ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എലത്തൂർ മണ്ഡലം എൻസിപി സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണവുമായി എൻസിപി ഔദ്യോഗിക വിഭാഗം രംഗത്ത്. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ബീച്ച് റണ്ണും ടോക്ക് ഷോയും. ദുഃഖവെള്ളിയാഴ്ചയിലെ വയനാടൻ ചുരത്തിലെ കുരിശിന്റെ വഴിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന് ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ്. മിസിസ് ഇന്റർനാഷണൽ വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കോഴിക്കോട് സ്വദേശി ശിഖ സന്തോഷിന് മികച്ച നേട്ടം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. എലത്തൂർ മണ്ഡലം NCP സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണവുമായി NCP ഔദ്യോഗിക വിഭാഗം പരസ്യമായി രംഗത്ത്. സ്ഥാനാർത്ഥി ഫോം ബി വ്യാജരേഖ നിർമ്മിച്ച് ഇലക്ഷൻ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ച് മത്സരിക്കുന്നതായി NCP അജിത് പവാർ വിഭാഗം വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. നിലവിൽ സംസ്ഥാനത്തും NDAയുടെ ഘടകകക്ഷിയാണ് NCP അജിത് പവാർ വിഭാഗം. എലത്തൂരിൽ NCP SP വിഭാഗം മത്സരിക്കുന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി AK ശശീന്ദ്രനാണ്. അതേസമയം PK ശശീന്ദ്രൻ എന്ന പേരിൽ NCP അജിത് പവാർ വിഭാഗം നോമിനേഷൻ നൽകുകയും ചെയ്തു. ഇതിനിടയിലാണ് NCP അജിത് പവാർ ഔദ്യോഗിക വിഭാഗം എലത്തൂരിൽ മത്സരരംഗത്തുള്ള മറ്റൊരു NCP സ്ഥാനാർത്ഥി അവരുടെ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനെതിരെ രംഗത്തെത്തിയത്. നമ്മുടെ ചിഹ്നം എന്ന് പറയുന്നത് നമുക്ക് കോമൺ ചിഹ്നമാണ്. അത് അജിത് പവാർ വിഭാഗത്തിന് ചിഹ്നമാണ്. ആ കിട്ടിയ ചിഹ്നം കേരളത്തിൽ മുൻ പ്രസിഡന്റും ഇപ്പോൾ പ്രസിഡന്റ് എന്ന് പറഞ്ഞ വ്യാജമായ രേഖ ചമച്ച് വന്നിരിക്കുന്ന ജബ്ബാർ എന്ന് പറയുന്ന ആളോട് ചേർന്ന് നടത്തിയ ഗൂഢാലോചന ഫലമായി കേന്ദ്ര നേതൃത്വം അറിയാതെ ദേശീയ പ്രസിഡന്റ് ഒപ്പോ അനുമതിയില്ലാതെ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജനങ്ങളെയും പാർട്ടിയെയും വഞ്ചിക്കാനുള്ള തീരുമാനത്തെയാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. NCP ഔദ്യോഗിക വിഭാഗം ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്നും ഫോം ബി വ്യാജരേഖ ചമച്ചാണ് സ്ഥാനാർത്ഥിത്വം നേടിയതെന്നും അതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും NCP ഔദ്യോഗിക വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സജി പോത്തൻ തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് MM ഷാജി, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ, CWC മെമ്പർ പന്തളം മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ജയൻ അടൂർ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ബീച്ച് റണ്ണും ടോക്ക് ഷോയും സംഘടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർത്തൽ ലക്ഷ്യമിട്ട് നടത്തുന്ന സ്വീപ്പ് ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടം സ്വീപ്പ് ജില്ലാ നോഡൽ ഓഫീസർ അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ മോഹനപ്രിയ ഫ്ളാഗ് ഓഫ് ചെയ്തു. മാറാട് ഗോദീശ്വരം ബീച്ചിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും അസിസ്റ്റന്റ് കളക്ടർ നിർവഹിച്ചു. ടൗണിൽ തന്നെ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ തന്നെ വോട്ടിംഗ് പെർസെന്റേജ് വളരെ കുറവാണ്. അറൌണ്ട് 40 to 50% ആണ് ഈ ടൗൺ ഭാഗത്തിലാണ് നമ്മൾ നോക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഭാഗത്തിൽ എന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾ ഹരിതകർമ്മസേന ആണ്, നിങ്ങൾക്ക് ഹൗസ് ടു ഹൗസ് കോൺടാക്ട് ഉണ്ട്, കുടുംബശ്രീന്റെ ഭാഗത്തിലേ ഉണ്ടാവും. സോ നിങ്ങളുടെ അയൽക്കൂട്ടത്തിലെയോ നിങ്ങളുടെ ഓരോ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വോട്ടിംഗ് കൂട്ടാൻ വേണ്ടി എന്താ അവർക്ക് പ്രോത്സാഹനം ചെയ്യാൻ വേണ്ടി എന്തെന്ന് ചെയ്യണോ അതെല്ലാം നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ചെയ്യണം. April 9th എല്ലാവരും വോട്ട് ചെയ്യണം. നമ്മുടെ ഇപ്പോൾ കറന്റ് ഡിസ്ട്രിക്ട് പെർസെന്റേജ് 79% ആണ് വോട്ടിംഗ് പെർസെന്റ്.
അത് ഇലക്ഷൻ കമ്മീഷൻ പ്രകാരം 85% വരെ എത്തിച്ചേർക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ KV രവികുമാർ അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യവും സമ്മതിദാനാവകാശവും വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ T. ഷാഹുൽ ഹമീദ് പ്രഭാഷണം നടത്തി. RGSA കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എക്സ്പെർട്ട് VK അഞ്ജന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇന്ത്യൻ പൗരനായ ഞാൻ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ മാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ബേപ്പൂർ നിയോജകമണ്ഡലം സ്വീപ്പ് നോഡൽ ഓഫീസർ വിജയൻ മുള്ളോറ, ജോയിന്റ് ഡയറക്ടർ ഓഫീസിലെ സീനിയർ ക്ലാർക്ക് K. അമ്പിളി എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളികൾ, RGSA ബ്ലോക്ക് കോർഡിനേറ്റർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കോർപ്പറേഷൻ കണ്ടിജന്റ് വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ദുഃഖ വെള്ളിയാഴ്ച ആയിരങ്ങൾ പങ്കെടുക്കുന്ന വയനാടൻ ചുരത്തിലെ കുരിശിന്റെ വഴിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. 1992 ആരംഭിച്ച കുരിശിന്റെ വഴി ഈ വർഷം 35 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. താമരശ്ശേരി അടിവാരം ഗസമേനിൽ നിന്നും ആരംഭിച്ച് 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ കുരിശിന്റെ വഴി ലക്കിടി മൗണ്ട് സീനായ് ദേവാലയത്തിൽ സമാപിക്കുന്നു. അടിവാരം ഗത്സമീൻ ഗ്രോട്ടോയിൽ ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ഫാദർ ജോയ്സ് ചെറുവത്തൂർ പീഡാനുഭവ പ്രാർത്ഥനകൾ നടത്തും. 10 മണിക്ക് തലശ്ശേരി മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞെറുളക്കാട്ട് ദുഃഖവെള്ളി സന്ദേശം നൽകും. തുടർന്ന് ഫാദർ തോമസ് തുണ്ടത്തിലിന്റെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ കുരിശിന്റെ വഴി ആരംഭിക്കും. യേശുവും പടയാളികളും മാതാവും ഭക്തസ്ത്രീകളും ശീമയോനും അടങ്ങുന്ന വേഷധാരികൾ വലിയ മരക്കുരിശുമായി പരിഹാരയാത്രയ്ക്ക് മുൻപിൽ നീങ്ങും. ലക്കിടി മൗണ്ട് സീനായ് ദേവാലയത്തിൽ എത്തിച്ചേരുന്ന പരിഹാരയാത്രയ്ക്ക് വികാരി ഫാദർ നിഷാന്ത് പുതുപ്പള്ളിൽ CMI സമാപന ആശീർവാദം നൽകും. ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഗത്സമേൻ ഗ്രോട്ടോയിൽ ലക്കിടി മൗണ്ട് സീനായ് ദേവാലയത്തിലും ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിലും കമ്മിറ്റിക്കാരുടെ നേതൃത്വത്തിലെല്ലാം നടന്നു വരികയാണ്. ഈ കുരിശിന്റെ വഴിയെ കുറിച്ച് പറയുമ്പോൾ 1992 ആരംഭിച്ച ഈ കുരിശിന്റെ വഴി 35 വർഷം, 2026 ജനുവരി ഏപ്രിൽ 3 35 വർഷം പൂർത്തീകരിക്കുകയാണ്. ലക്ഷക്കണക്കിനായ ആളുകൾ ഈ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്ത് കടന്നുപോയി പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ പരിഹാരയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസികൾക്കും നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ടാക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള കുരിശിന്റെ വഴിയുടെ വിവിധ സ്ഥലങ്ങളിൽ നിരവധി ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ ജലപാനീയ വിതരണം ചെയ്യുന്നതുമാണ്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ മെഡിക്കൽ സൗകര്യങ്ങളും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഗത്സമീൻ ഡയറക്ടർ ഫാദർ തോമസ് തുണ്ടത്തിൽ CMI, ജനറൽ കോർഡിനേറ്റർ ജോസ് അഗസ്റ്റിൻ കീപ്പുറത്ത്, ടിൻഡു ജേക്കബ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. വികസനത്തിന്റെ വഴിയിലൂടെ ബേപ്പൂർ. വികസനം വാഗ്ദാനം മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വമാണ്. ബേപ്പൂരിന്റെ പുരോഗതിക്കായി സമർപ്പിതനായ ഒരു നേതാവ് PA മുഹമ്മദ് റിയാസ്. ചെറുവണ്ണൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 89.20 കോടി രൂപ ചെലവിൽ മേൽപ്പാലം. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ 20 കോടി രൂപ ചെലവിൽ തൊണ്ടിലക്കടവ് പാലം. ജനങ്ങളുടെ ചിരകാല സ്വപ്നം 170 കോടി രൂപയുടെ മേൽപ്പാലം. അരീക്കാട് മുതൽ മീഞ്ചന്ത വരെ സഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുന്ന ബേപ്പൂർ ബീച്ച്. പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ ചാലിയം ബീച്ച്. സഞ്ചാരത്തിനും വിനോദത്തിനും
സൗകര്യങ്ങളുമായി കടലുണ്ടി വാക്ക്വേ, ജനാരോഗ്യത്തിന് കരുതലോടെ ഫറൂഖ് താലൂക്ക് ആശുപത്രി, സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തായി മിനി സിവിൽ സ്റ്റേഷൻ. വികസനം വാക്കുകളല്ല, പ്രവൃത്തിയാണ്. അത് തെളിയിച്ച നേതാവ് PA മുഹമ്മദ് റിയാസ്. വികസനം തുടരാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. LDF-നൊപ്പം ബേപ്പൂരിന്റെ ഭാവിക്ക് പിന്തുണ നൽകൂ. PA മുഹമ്മദ് റിയാസ്, നാട് മാറ്റിയ നാട്ടുകാരൻ. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന് ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ്. സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോകളും സ്വീകരണ യോഗങ്ങളും തുടരുന്നു. വലിയ ജനപങ്കാളിത്തമാണ് റോഡ് ഷോയിൽ. ബേപ്പൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിന്റെ രണ്ടാം ഘട്ട റോഡ് ഷോ ജനസാഗരമായി. വൈകിട്ട് മണ്ഡലത്തിന്റെ കിഴക്കൻ അതിർത്തി പ്രദേശമായ രാമനാട്ടുകര വൈദ്യരങ്ങാടിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ രാത്രി ഫറൂഖ് ടൗണിൽ സമാപിച്ചു. രാമനാട്ടുകര നഗരത്തിലൂടെ ചുങ്കം, തിരുച്ചിലങ്ങാടി വഴി ഫറൂഖ് കോളേജ്, ചുള്ളിപ്പറമ്പ്, തുമ്പപ്പാടം, ഫറൂഖ് പേട്ട, ചന്ത, നല്ലൂർ, മണ്ണൂർ വളവ്, ശ്രീപുരി, പ്രബോധിനി, വടക്കുംപാട് റോഡ്, ആലംകുളം ജംഗ്ഷൻ, മണ്ണൂർ ശിവക്ഷേത്രം റോഡ് വഴി മണ്ണൂർ റെയിൽ, വട്ടപ്പറമ്പ്, കടലുണ്ടി, കടലുണ്ടിക്കടവ്, കടുക്ക ബസാർ, കരുവൻതുരുത്തി, മടത്തിൽപ്പാടം, പുറ്റേക്കാട്, അമ്പലപ്പടി വഴിയാണ് ഫറൂഖ് ടൗണിൽ സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. മിസ്സിസ് ഇന്റർനാഷണൽ വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കോഴിക്കോട് സ്വദേശിനി ശിഖ സന്തോഷ് ഫസ്റ്റ് റണ്ണറപ്പായി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളോട് ഏറ്റുമുട്ടിയാണ് ശിഖ ഈ നേട്ടം കൈവരിച്ചത്. മലേഷ്യയിലെ ക്വാലാലംപൂരിൽ നടന്ന മിസ്സിസ് ഇന്റർനാഷണൽ വേൾഡ് 2026 സൗന്ദര്യ മത്സരത്തിൽ തിളക്കമാർന്ന നേട്ടവുമായി കോഴിക്കോട് സ്വദേശിനി ഡോക്ടർ ശിഖ സന്തോഷ്. ആഗോളതലത്തിൽ നടന്ന മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് കിരീടം ചൂടിയാണ് ശിഖ നാടിന് അഭിമാനമായത്. കുവൈറ്റിലെ കോഴിക്കോട് ജില്ലാ NRI അസോസിയേഷൻ പ്രസിഡന്റും കോഴിക്കോട് ലാൻഡ്മാർക്ക് വേൾഡ് സമുച്ചയത്തിലെ ട്രാൻസം ടവർ താമസക്കാരനുമായ സന്തോഷ് പുനത്തിലിന്റെയും പ്രമുഖ റീൽസ് അവതാരക സ്വപ്ന സന്തോഷിന്റെയും മകളാണ് ഡോക്ടർ ശിഖ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളോട് ഏറ്റുമുട്ടിയാണ് ശിഖ ഈ നേട്ടം കൈവരിച്ചത്. Mrs. International World 2026 first runner-up is Mrs. Asia Dr. Shika Santos. Congratulations, Mrs. Asia Dr. Shika Santos. You are Mrs. International World 2026 first runner-up. സൗന്ദര്യത്തിനൊപ്പം ബുദ്ധിശക്തിയും സാമൂഹിക പ്രതിബദ്ധതയും അളക്കുന്ന വിവിധ ഘട്ടങ്ങൾ പിന്നിട്ടാണ് ഈ അംഗീകാരം തേടിയെത്തിയത്. അരവിന്ദാണ് ശിഖയുടെ ഭർത്താവ്. സഹൈൽ സന്തോഷ്, സാഷ സന്തോഷ് എന്നിവർ സഹോദരങ്ങളാണ്. ഡോക്ടർ എന്ന നിലയിലുള്ള തന്റെ ഔദ്യോഗിക ജീവിതത്തിനൊപ്പം ഫാഷൻ കലാരംഗത്തും സജീവമാണ് ശിഖ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോട്ടൂളി മാമ്പിലാംപറമ്പ് മാലാടത്ത് ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം 3 ദിവസങ്ങളിലായി നടന്നു. വിവിധ ആചാരാനുഷ്ഠാന ചടങ്ങുകളോടെയാണ് ഉത്സവം കൊണ്ടാടിയത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പാടേരി സുനിൽ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി കോൽപ്പുറം രത്നകുമാർ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചത്. ആദ്യ ദിവസം കലവറ നിറയ്ക്കൽ, കാവുതീണ്ടൽ, ദീപാരാധന, തായമ്പക, അന്തിവെള്ളാട്ട് എന്നീ ചടങ്ങുകളാണ് നടന്നത്. രണ്ടാം ദിവസം മണിപ്പന്തൽ സമർപ്പണവും ഭക്തർക്കായി പ്രസാദ ഊട്ടും ഒരുക്കി. അനുഷ്ഠാന കർമ്മങ്ങളായ വെള്ളാട്ടുകളും ഭഗവതിത്തിരയോടെ നടന്ന താലപ്പൊലിക്കും ശേഷം വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗവും നടന്നു. മൂന്നാം ദിവസത്തെ
വിവിധ ത്രയാട്ടങ്ങൾക്കും ചാന്താട്ടത്തിനും ശേഷം കുടികൂട്ടലോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. ക്ഷേത്രം പരിപാലന സമിതി ചെയർമാൻ PM ഗോപിനാഥൻ, ജനറൽ കൺവീനർ അനീഷ് കുമാർ N, ട്രഷറർ PS സതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഉത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ 49 വർഷമായി ക്ഷേത്ര പരിപാലന സമിതിയും അതോടൊപ്പം തന്നെ ഊരാള കുടുംബങ്ങളും ക്ഷേത്ര മാതൃസമിതിയും എല്ലാവരും ഒരു മനസ്സായി നിന്നുകൊണ്ട് ഈ ഉത്സവം വളരെ ഭംഗിയായും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങോട്ടുള്ള പ്രവർത്തനം കൂട്ടായ്മയോടുകൂടി ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷേത്ര കാരണവർ M സുധാകരക്കുറുപ്പ്, K രാജൻ, PS സതീശൻ, K ശിവൻ, K വിശ്വനാഥൻ, K വിശ്വൻ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി കൈലാസ മണ്ഡപത്തിൽ വിവിധ കലാപരിപാടികൾ നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് പുരോഹിതരായ രാഹുൽ വാദ്യാർ, ബാലസുബ്രഹ്മണ്യ ശർമ്മ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി പ്രതിഭ രംഗനാഥന്റെ സംഗീത കച്ചേരി, വെള്ളിപറമ്പ് ശിവഗംഗ കൈകൊട്ടിക്കളി സംഘത്തിന്റെ കൈകൊട്ടിക്കളി, എറണാകുളം ത്യാഗബ്രഹ്മം TS രാധാകൃഷ്ണജിയുടെ ഭക്തിഗാന തരംഗിണി എന്നിവയും നടന്നു. മാർച്ച് 29 ലക്ഷാർച്ചന നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം പുരോഹിതൻ ബ്രഹ്മശ്രീ രാഹുൽ വാദ്യാർ, ക്ഷേത്ര മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർച്ച് 29 വൈകുന്നേരം 5:30 നന്ദനം തിരുവാതിര ഗ്രൂപ്പിന്റെ തിരുവാതിരക്കളി, 6 മണിക്ക് കാലിക്കറ്റ് DG ട്യൂണിന്റെ മ്യൂസിക് ബാൻഡ്, 7:30 അശ്വതി ശ്രീകാന്ത് ആൻഡ് പാർട്ടിയുടെ ഭരതനാട്യം എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഈന്തപ്പഴങ്ങളുടെയും നട്ട്സുകളുടെയും കലവറയായ വാഫിയ ഡേറ്റ്സ് ആൻഡ് നട്ട്സിന്റെ 63ാമത് സിഗ്നേച്ചർ സ്റ്റോർ കോഴിക്കോട് ചേവായൂരിൽ ആരംഭിക്കുന്നു. ഉദ്ഘാടനം ഏപ്രിൽ 1 നടക്കും. ഖത്തർ, UAE, സൗദി അറേബ്യ, ഇന്ത്യ എന്നിവിടങ്ങളിലായി 60-ൽ പരം ഔട്ട്ലെറ്റുകളുമായി വാഫിയ ഇന്ന് ലോകവിപണിയിൽ കരുത്തുറ്റ സാന്നിധ്യമാണെന്നും ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല യൂറോപ്പിലേക്കും വാഫിയയുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നും സാരഥി ഷംസുദ്ദീൻ വലയിലകത്ത് പറഞ്ഞു. ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ളി നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവും ചേർക്കാത്ത, ഒരു ഹ്യൂമൻ ബോഡിക്കും ഹാനികരമല്ലാത്ത പ്രൊഡക്റ്റുകളും അതിൻ്റെ ചേരുവകളും ചേർത്താണ് ഞങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റുകളും. അതേപോലെ ഈ പ്രൊഡക്റ്റുകൾ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. മെയിൻലി ഞങ്ങളുടെ ഒരു സ്ലോഗൻ തന്നെയുണ്ട്, ഹെൽത്തിയസ്റ്റ് ഫ്യൂച്ചർ, അതേപോലെ ഹെൽത്തി എൻവിറോൺമെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്.
കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് ഉണർവ് നൽകാൻ മലബാറിൽ വിപുലമായ രീതിയിലുള്ള ഈന്തപ്പഴം, നട്ട്സ്, ചോക്ലേറ്റ് പ്രോസസ്സിംഗ് സെന്ററിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സേവനമാണ് വാഫിയ ഡേറ്റ് ആൻഡ് നട്ട്സ് നൽകുന്നതെന്നും മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റൂമി ഫർണിച്ചർ 2 കോടി നിക്ഷേപം നേടിയതായി സാരഥികൾ. വിപുലീകരണത്തിന്റെ ഭാഗമായി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയതെന്ന് അവകാശപ്പെടാവുന്ന ഫർണിച്ചർ എക്സ്പീരിയൻസ് സെന്റർ കാലിക്കറ്റിൽ ആരംഭിക്കുമെന്നും സാരഥികൾ പറഞ്ഞു. കൊണ്ടുവരുന്നുണ്ട് മലബാർ മേഖലയിലുള്ള ഫർണിച്ചേഴ്സ് മാനുഫാക്ചേഴ്സിനെ അത് ലോകത്തിന്റെ പല ഭാഗത്തേക്കും എത്തിക്കാനുള്ള ഒരു പ്ലാനിലാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ റൂമി ഫർണിച്ചർ എന്ന ബാങ്ക് നമുക്കൊരു ഷോറൂം ഉണ്ട്. അത് നല്ല സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പദ്ധതിയിൽ നമ്മൾ ഏകദേശം ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഒരു 2 CR റേസ് ചെയ്യാൻ പറ്റി. MTH കമ്മ്യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഇതിന്റെ അടുത്ത ലോഞ്ച് വരും ദിവസങ്ങളിൽ ഉണ്ടാവും. അത് അറിയിക്കുകയാണ്. റൂമി ഫർണിച്ചർ കമ്പനി ഫൗണ്ടർ ഫായിസ് നേതൃത്വം നൽകുന്ന റൂമി ഫർണിച്ചർ സൗത്ത് ഇന്ത്യയിലുടനീളം വർദ്ധിച്ചു വരുന്ന കസ്റ്റമർ ബേസിനെ മുൻനിർത്തിയാണ് പുതിയ വിപുലീകരണ നീക്കങ്ങൾക്ക് തുടക്കമിടുന്നത്. ഇതിന്റെ ഭാഗമായി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ എക്സ്പീരിയൻസ് സെന്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം ആരംഭിക്കാൻ ഒരുങ്ങുകയാണെന്നും പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞതായും കമ്പനി അധികൃതർ അറിയിച്ചു. ഫർണിച്ചർ മേഖലയിൽ ഇപ്പോൾ മലബാറിൽ വളരെയധികം ബ്രാൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ബ്രാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ബിൽഡ് ചെയ്തിട്ട് ഇവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ട് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ ബ്രാൻഡിനെ ഒന്നും കൂടി സ്ട്രോങ്ലി പൊസിഷൻ ചെയ്തിട്ട് ഈ ഫാക്ടറിയിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും ചെയ്യണം ബ്രാൻഡുകൾക്ക് അപ്പുറത്ത് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു എല്ലാ ബ്രാൻഡുകൾക്കും വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സെൻ്റർ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ഷഫീഖ്, ഫായിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എലത്തൂർ മണ്ഡലം NCP സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണവുമായി NCP ഔദ്യോഗിക വിഭാഗം രംഗത്ത്. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ബീച്ച് റണ്ണും ടോക്ക് ഷോയും. ദുഃഖവെള്ളിയാഴ്ചയിലെ വയനാടൻ ചുരത്തിലെ കുരിശിന്റെ വഴിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. പ്രചാരണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്ന് ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ്. മിസിസ് ഇന്റർനാഷണൽ വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കോഴിക്കോട് സ്വദേശി ശിഖ സന്തോഷിന് മികച്ച നേട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.